പിന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേതൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഉള്ളത്? നമ്മൾ കോസ്മെറ്റിക് ഇൻഡസ്ട്രി ഉണ്ട്. അതിൽ നമ്മൾ പല്ല് ബ്ലീച്ച് ചെയ്യുന്ന ടീത്ത് വൈറ്റനിങ്, അതിന് നമുക്ക് ആധുനികമായിട്ടുള്ള മെഷീനുണ്ട്. വൈറ്റനിങ് ഒരു സാധാരണ സിഗരറ്റ് സ്മോക്കേഴ്സ് അല്ലെങ്കിൽ ഈ പാൻ ചവയ്ക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പഴയ മുറുക്കാൻ ഉപയോഗിക്കുന്ന ആൾക്കാർ, ഈ വെറ്റില ഉപയോഗിക്കുന്ന ആൾക്കാർ, ഇവരുടെയൊക്കെ പല്ലുകളിൽ കറ പോലെ കറുത്ത കളർ, ഈ കളർ ചേഞ്ച് ചെയ്യാൻ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഈ വൈറ്റനിങ്. അതെ, ഈ വൈറ്റനിങ് ചെയ്തതുകൊണ്ട് ഇനാമലിന് സാരമായി ബാധിക്കും? ഒന്നും ബാധിക്കത്തില്ല, ഒരു രീതിയിലൊന്നും ബാധിക്കത്തില്ല. ഈ ഇനാമൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ തേയ്മാനം ഇനാമലിന് വരാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ സർട്ടൻ കെമിക്കൽസ് ആണ് കൂടുതൽ ആസിഡിക് നേച്ചറുള്ളത്. സിട്രിക് ആസിഡ്, അതുപോലെ ആസിറ്റിക് ആസിഡ്. കാര്യം കൂടുതലും നമ്മൾ ഈ ഇനാമൽ കെമിക്കൽ കൊണ്ട് വരുന്ന ഒരു കണ്ടീഷൻ്റെ പേരാണ് ഇറോഷൻ. അത് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്ന ഫുഡ് സിട്രസ് ഫ്രൂട്ട്സ്, കൂടുതൽ ലെമൺ, ലൈം, ഓറഞ്ച്, ഇതെല്ലാം കൂടുതൽ യൂസ് ചെയ്യുന്നതാണ്. പല്ലുകളുമായി ബന്ധപ്പെട്ട് മറ്റ് രോഗങ്ങളൊക്കെ വായയുടെ ഉള്ളിൽ നമുക്ക് പലതരം ക്യാൻസേഴ്സ് വരുന്നത് പല്ലുമായിട്ട്. വായയുടെ ഉള്ളിലുള്ള നമ്മുടെ കവിളിൻ്റെ ഉള്ളിലുള്ള പല്ല് പൊട്ടുന്നത് കൊണ്ട്, ആക്സിഡന്റിലോ മറ്റോ പല്ല് മുറിഞ്ഞു പോകുന്നത് കൊണ്ട് അതിന് തിരിച്ച് ട്രീറ്റ്മെന്റ് നടത്താതിരിക്കുന്ന ഒരു വ്യക്തിക്ക് പല്ല് പൊട്ടിയിരിക്കുന്ന മുറിവിനകത്തു കൂടി എന്തെങ്കിലും ഇൻഫെക്ഷനോ എന്തെങ്കിലും ബാധിക്കും? ഇൻഫെക്ഷൻ വരാം. കാര്യം നമ്മൾ പല്ല് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നത് പറഞ്ഞാൽ ആഘാതം, അതിൻ്റെ ഇടി, അതിൻ്റെ കൊള്യൂഷനിൽ വരുന്ന ഇഞ്ചുറിയിൽ വരുന്ന സമയത്ത് ചിലപ്പം ആ പല്ലിൻ്റെ വേരിൻ്റെ അറ്റം ചതവ് വരാം. ചതവ് വന്നതിന് ശേഷം അത് ഡീജനറേഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും അവിടെ ഒരു സിസ്റ്റ് ഫോം ചെയ്യാം. ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ മോണപ്പഴുപ്പായിട്ട് മാറും. പിന്നെ ഈ കളർ ചേഞ്ച് ഡെഫിനറ്റ്ലി വരും. കാര്യം പല്ലപ്പം ഈ പറഞ്ഞ പോലെ അതിൻ്റെ ലൈഫ് പോയിരിക്കുന്നതുകൊണ്ട് കളർ ചേഞ്ച് വരും. ഇൻഫെക്ഷൻ വരുമ്പോൾ അവിടെ നീര് വരും. നീര് വന്നു കഴിഞ്ഞാൽ മുഴ പോലെ അവിടെ വന്നു കഴിഞ്ഞാൽ പേഷ്യൻ്റെ പെയിനൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ പ്രൊസീജിയറുകൾ ചെയ്യേണ്ടി വരും. നമ്മുടെ മൂക്കിന് താഴെ ഭാഗത്തിരിക്കുന്ന രണ്ട് മെയിൻ പല്ലുകൾ എല്ലാ മനുഷ്യർക്കുള്ളതാണ്. ആ പല്ലിൻ്റെ റൂട്ടാണ് ഏറ്റവും നീളം കൂടിയത്. അപ്പോൾ ഒരാൾ വയസ്സായ ഒരാളാണെന്ന് വിചാരിച്ചു, ആ വയസ്സായ ആളിൻ്റെ പല്ലുകൾ മൊത്തം എടുക്കുന്ന ഒരു പരിപാടി, പുതിയ പല്ല് ഫിറ്റ് ചെയ്യാനായിട്ട് ഇത് എടുക്കുമ്പോൾ അങ്ങ് അഗാധതയിലേക്ക് നീണ്ടുപോയിരിക്കുന്ന പല്ലായതുകൊണ്ട് ഇതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്താണ്? ദോഷങ്ങളല്ലെങ്കിൽ അത് എന്തുമാത്രം ബുദ്ധിമുട്ടായിരുന്നു? അല്ല, പല്ല് നമ്മൾ ആ മൂക്കിനെ താഴെ പല്ലിന്റെ പേരാണ് കെനൈൻ. ഈ കെനൈൻ്റെ ആ പല്ലിന്റെ ചുറ്റും ഒരു കെനൈൻ പില്ലർ എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ ബോണുണ്ട്. ആ പില്ലർ ഒരു എമിനൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര കട്ടിയുള്ള ഒരു അസ്ഥിയാണ് ആയിരിക്കുന്നത് ഈ കെനൈൻ പില്ലർ. ഈ പല്ലിനെ താങ്ങുന്ന ആ റൂട്ട്സിന്റെ ചുറ്റുമുള്ള കെനൈൻ പില്ലർ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു പല്ല് എടുക്കുമ്പം ആ കെനൈൻ പില്ലർ പൊട്ടാതെയും അതുപോലെ സൈനസിനെ അതിന് മുകളിൽ ബാധിക്കാതെ അവിടെ വരുമ്പം മിക്ക ഡോക്ടർമാർ എടുക്കുമ്പം ഈ പല്ലൊടിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ സർജിക്കൽ പ്രൊസീജിയർ വഴി ഫ്ലാപ്പ് ഓപ്പൺ ചെയ്ത് എടുക്കാവുള്ളൂ, ബോൺ കട്ട് ചെയ്ത്. അതപ്പം കുറച്ച് മിനിമം റിഡക്ഷൻ ബോണേ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സൈനസിന് ആ ഭാഗത്ത് റൂട്ടിൻ്റെ ടിപ്പിൽ ഒടിഞ്ഞിട്ട് അവിടെ നിന്ന് എടുക്കുമ്പം എന്തെങ്കിലും ഒരു ഭാഗം, ഒരു അസ്ഥിയുടെ ഒരു ഭാഗം പോയാൽ സൈനസ് മെമ്പറൈൻ എന്ന് പറഞ്ഞൊരു ടിഷ്യൂ ഉണ്ട്, അത് പെർഫറേഷൻ തുള വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രോബ്ലം കൂട്ടുകയാണ്. സൈനസൈറ്റിസ് വരും, വെള്ളം വായിലെടുക്കുമ്പം മൂക്കിലൂടെ ഒഴുകും. അപ്പോൾ ഇത് കമ്മ്യൂണിക്കേഷൻ വരും, ഓറോ ആൻട്രൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അപ്പൊ അതെല്ലാം ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡെന്റിസ്റ്റ് എക്സ്പേർട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഈ മേജർ കേസാണ്. അപ്പോൾ ടൂത്ത് ഫ്രാക്ചർ വരുമ്പം അതിനുള്ള എക്യുപ്മെന്റ്സ് വേണം, അതിനുള്ള സജ്ജീകരണമുള്ള ഹോസ്പിറ്റലാണോ അത് നോക്കണം, എക്സ്റേ ഉണ്ടോ അത് നോക്കണം. ഇതെല്ലാം നോക്കിയിട്ട് വേണം പേഷ്യന്റ് തിരഞ്ഞെടുക്കാൻ. ഡോക്ടറിന് മറ്റ് എന്തെങ്കിലും പ്രിസ്ക്രിപ്ഷൻസ് നമ്മുടെ ജനങ്ങളോട് പറയാനുണ്ടോ പല്ല് സംരക്ഷിക്കാൻ? നമ്മൾ പല്ല് സംരക്ഷിക്കാന്ന് പറഞ്ഞാൽ എല്ലാ 6 മാസം മിനിമം 6 മാസം കൂടുമ്പോൾ നമ്മുടെ പിള്ളേരെ കൊണ്ട് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് ചെക്കപ്പ് ചെയ്യുക, പീരിയോഡിക് ചെക്കപ്പ് ചെയ്യുക, മനസ്സിലായില്ലേ? ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും കറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്യിക്കുക, ക്യാവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യിക്കുക, മനസ്സിലായി? മോണപ്പഴുപ്പുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക. ആഹാര രീതിയിൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ കുട്ടികൾ യൂസ് ചെയ്യുന്ന ഷുഗർ കാൻഡീസ്, ചോക്ലേറ്റ്സ്, മറ്റേ പേസ്ട്രീസ്, ബിസ്ക്കറ്റ്സ്, ഈ പറഞ്ഞ സ്റ്റിക്കി ആയിട്ടുള്ള ഈ ഒട്ടിപ്പിടിക്കുന്ന ഏത് വസ്തു കഴിച്ചാലും പല്ല് ഉടനെ ബ്രഷ് ചെയ്യിക്കുക, പരമാവധി ഈ കുറക്കാൻ നോക്കുക ഇത്തരം ഹാബിറ്റ്സ്. ഐസ് ഫ്രീസറിൽ നിന്നോ ഫ്രിഡ്ജിൽ നിന്നോ വളരെ തണുത്ത സാധനങ്ങൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ പല്ലിന് ദോഷം വരുത്തുന്നു. പല്ല് ഒരു എക്സ്ട്രീം കോൾഡ് ആയിട്ടുള്ള ഐസ് വാട്ടർ കുടിക്കുമ്പോൾ പല്ല് പെട്ടെന്ന് കോച്ചും. കാര്യം വെച്ചാൽ അതിനകത്തുള്ള ഞരമ്പ് പെട്ടെന്ന് ഷ്രിങ്ക് ചെയ്യും. കാര്യം വെച്ചാൽ ഈ തണുപ്പ് ചെല്ലുമ്പോൾ അതുകൊണ്ട് ദോഷം എന്ന് പറയാൻ പറ്റില്ല. സ്ഥിരമായി കഴിഞ്ഞാൽ അതിനകത്ത് ചേഞ്ചസ് വരാം, ചൂടായാലും തണുപ്പായാലും. അമിതമായ ചൂടുണ്ടെങ്കിലും പല്ലുകൾക്ക് ലേശം അകത്തേക്ക് ചെല്ലുമ്പം ഞരമ്പുകൾ കുറച്ചൊന്ന് വിങ്ങും. കാരണം വെച്ചാൽ ടെമ്പറേച്ചറിന് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റീമിങ് ഹോട്ടായിട്ടുള്ള ഫുഡ് ചായ എല്ലാം കുടിക്കുമ്പം
ഈ പറഞ്ഞ പോലെ ഡെഡ് ചാൻസസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പല്ലിന്റെ കളർ നിറം മാറാം. ഡിസോർഡർ ഓഫ് ടീത്ത്, അതായത് കറക്റ്റ് നിരകളല്ലാത്ത, അത് പല രീതിയിൽ വളർച്ചയുള്ളത്, നീളം കൂടുതൽ, നീളം കുറഞ്ഞത്, തോന്നിയ സ്ഥലത്തേക്ക് വളർന്നത്, കൊമ്പല്ല്, ഇതിനൊക്കെ ഇപ്പോൾ വളരെ ആധുനികമായ ചികിത്സാ രീതികളുണ്ട്. ഈ ആധുനിക ചികിത്സയ്ക്ക് സർജറിയും ചിലപ്പോൾ ആവശ്യമായി വരാറുണ്ട്. ഇതിനൊക്കെ കോസ്റ്റ് വളരെ കൂടുതലാണ്. ഇത് സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന രീതിയാണ്. പിന്നെ നോർമലി ഇപ്പം ക്രൗഡിങ് ഓഫ് ടീത്ത് എന്ന് പറയും. ഇപ്പം ഇടമ്പല്ലൊക്കെ ഉള്ള കേസുകളൊക്കെയാണ് നമുക്കൊരു ഏകദേശം ഒരു 7,000 to 12,000 rupees നിലനിൽക്കുക. അതും ഇൻസ്റ്റാൾമെന്റ് ബേസിസിലാണ്. പേഷ്യന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കണ്ട, ഇൻസ്റ്റാൾമെന്റ് ബേസിസിലാണ്. ഇനീഷ്യലി ഒരു 1,000 rupees 1000 രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി മന്ത്ലി ഒരു 500 rupees വെച്ച് മന്ത്ലി പേ ചെയ്യാം. ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ്. അതൊരു വലിയ കാര്യമാണ്. കാരണം സാധാരണക്കാർക്ക്, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ അത് ചെയ്തു കൊടുക്കുന്നത് വലിയൊരു ഉപകാരപ്രദമായ കാര്യമാണ്. അത് ഈ ഹോസ്പിറ്റലിൽ അവൈലബിൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ജനറലി എത്ര ഡോക്ടേഴ്സ് ഉണ്ട്? ഇവിടെ എൻ്റെ കൂടെ 3 കൺസൾട്ടൻസ് ഉണ്ട്. ഡോക്ടർ KK ജോൺ, സീനിയർ ഓർത്തഡോണ്ടിസ്റ്റ്, ഡോക്ടർ ബിനുമാണി, ജൂനിയർ ഓർത്തഡോണ്ടിസ്റ്റ് ആയിട്ട് വരുന്നു, ഡോക്ടർ ബിജോയ് ജോൺ, ഡോക്ടർ പെരിഡോണ്ടിസ്റ്റ്, ഇംപ്ലാന്റ്സ് സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പോൾ പുള്ളി ഇവർ 3 പേരാണ് വരുന്നത്. അതുകൂടാതെ എൻ്റെ വൈഫ് ഡോക്ടർ നീലിമ ആൻ്റണി, ജനറൽ ഡെന്റിസ്റ്റാണ്. എൻ്റെ മറ്റേ പഴയ ക്ലിനിക്കിൽ ഇപ്പം വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ 2 ക്ലിനിക്കും റൺ ചെയ്ത് പോകും. ഇതേ ഫെസിലിറ്റീസ് തന്നെയാണ് ആ ക്ലിനിക്കിൽ? അവിടെ ഇതേ സെയിം ഫെസിലിറ്റീസ് തന്നെയാണ്. എല്ലാ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. അവിടെ ഈ പറഞ്ഞ കൺസൾട്ടൻസ് വരുന്നുണ്ട്. പല്ല് സംരക്ഷണത്തിനായിട്ടുള്ള അഡ്വാൻസ്ഡ് സർജറികളിലൂടെ നടത്താനുള്ള സെറ്റപ്പ് ഡോക്ടർ ക്രമീകരിച്ചിട്ടുണ്ട്. ഉണ്ട്. എല്ലാ സർജറിയും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പെരിഡോണ്ടൽ ഫ്ലാപ്പ് സർജറി എന്ന് വെച്ചാൽ മോണയിൽ വരുന്ന ആധുനികമായിട്ട് ഈവൻ ബോൺ ഗ്രാഫ്റ്റിംഗ് വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. ടീത്ത് വൈറ്റനിങ് ജനങ്ങൾക്ക് പൊതുവെ ഒരു ഭയം പോലെയാണ്. കാരണം ടീത്ത് വൈറ്റനിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഈ പഴയ പോലെ കളർ ടീത്തിന് മാറുമോ എന്നുള്ളതാണ്. ഇതിനകത്ത് ഒന്നും ഭയപ്പെടാനില്ല. കാരണം ടീത്ത് വൈറ്റനിങ് സേഫാണ്, 100% സേഫാണ്. പല്ലിന് വരുന്ന പുളിപ്പോ അതൊന്നും നമ്മളൊരു പ്രശ്നമായിട്ട് മാറത്തില്ല. ഇനീഷ്യലി നമ്മൾ ടീത്ത് വൈറ്റനിങ് ചെയ്യുന്ന സിറ്റുവേഷനിൽ പല്ലിന് നേരിയ പുളിപ്പ് അനുഭവപ്പെടുമെങ്കിലും അത് ഒരു ദിവസത്തിനുള്ളിൽ അതെല്ലാം വീണ്ടും നോർമലൈസ് ചെയ്യുന്നു. പുകയുടെ ഉപയോഗങ്ങളുള്ള ആൾക്കാരാണ് അത് വീണ്ടും ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ വീണ്ടും പഴയതുപോലെ കളർ അതിനേക്കാൾ കൂടുതൽ ആകില്ല എന്നൊരു സംശയം. ഇപ്പം നമ്മൾ ഇന്ന് ടീത്ത് വൈറ്റനിങ് ചെയ്ത ദിവസമാണെങ്കിൽ തന്നെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ പുകയിലെ അതുപോലെ പുകവലിയുള്ള ഒരാളാണെങ്കിൽ ചെയ്യരുത്. കാര്യം ടീത്ത് വൈറ്റനിങ് ചെയ്ത ദിവസം നമ്മുടെ പല്ലിൻ്റെ ഇനാമലിനകത്തുള്ള പോർസ് എല്ലാം തുറന്നിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കറ അന്നേരം ഇമ്മീഡിയറ്റ്ലി അബ്സോർബ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലുണ്ട്. നമ്മൾ 2-3 ദിവസം ഇത് ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുക ഡോക്ടറിൻ്റെ. നോർമലായി കഴിഞ്ഞ ശേഷം നമ്മൾ ചെയ്താൽ ഒന്നും പേടിക്കാനില്ല. പക്ഷേ കറ വീണ്ടും പിടിക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അത് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഒരാൾ തെളിവില്ലാതെ മരണപ്പെടുകയോ കൊലപാതകപ്പെടുകയോ ചെയ്യുമ്പോൾ അയാളുടെ ബോഡി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പല്ല് മാത്രം ഉണ്ടെങ്കിൽ അയാളെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമെന്ന് കേട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ മരിച്ചുപോയ പാകിസ്ഥാൻ പ്രസിഡന്റ് സിയാവുൾ ഹക്കിനെ ഐഡന്റിഫൈ ചെയ്ത് പല്ല് ഹെലികോപ്റ്റർ ആക്സിഡന്റ് ബോഡി പോലും കിട്ടിയില്ല, പല്ല് കിട്ടിയാണ് ഐഡന്റിഫൈ ചെയ്ത് കേട്ടിട്ടുണ്ട്. അതിനാരാണെന്ന് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? അത് നമ്മൾ ചെയ്യുന്നത് DNA ടെസ്റ്റിംഗ്. പല്ലെടുത്തിട്ട് നമ്മൾ ഹെമി സെക്ഷൻ ചെയ്യും. പല്ല് വീണ്ടും നമ്മൾ കട്ട് ചെയ്യും, പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് ആ പൾപ്പ് ടിഷ്യൂ അതിനകത്തുള്ള സാമ്പിൾ എടുത്ത് നമ്മൾ ലാബിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഫോറൻസിക് ലാബിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് കംപ്ലീറ്റ് പ്രോട്ടീൻ ഇതൊക്കെ ഡീനേച്ചർ എടുത്തിട്ട് ആ ബ്ലഡ് സാമ്പിൾ അതിനായിട്ട് മറ്റേ പുള്ളിയുടെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെയിം ആളാണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ഈ ഹോസ്പിറ്റൽ അപ്ഗ്രേഡ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാൻസ് എന്തെങ്കിലും? ഈ ക്ലിനിക്കല്ല, നമ്മൾ സ്വന്തമായ ഒരു സ്വന്തം ഹോസ്പിറ്റൽ, അതാണ് ഒരു പോളിഡെന്റൽ ക്ലിനിക്കായിട്ട് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഡിസിപ്ലിനറി എല്ലാ വിഭാഗങ്ങളും എല്ലാ സ്പെഷ്യാലിറ്റിയിലേക്കുള്ള ഡോക്ടേഴ്സുമായിട്ടുള്ളൊരു ക്ലിനിക്കൽ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ ഡോക്ടറിന്റെ ഫാമിലി ഇപ്പോൾ വൈഫ് ഡെന്റിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ 2 ഡോക്ടറും കൂടി ആകുമ്പോൾ ഈ ഒരു പ്രോജക്റ്റ് വിജയിക്കുകയും ചെയ്യും. അതെ. മക്കൾ എത്ര പേരുണ്ട്? 2 പേര്. എന്ത് ചെയ്യുന്നു? മൂത്ത മകനാണ്, അവൻ SH സ്കൂളിൽ പഠിക്കുക, 5th സ്റ്റാൻഡേർഡ്. രണ്ടാമത്തെ മോള് ഇവിടെ പ്ലേ സ്കൂളിലാണ്, അവൾക്ക് 3 വയസ്സ്, കുഞ്ഞാണ്. ഇപ്പോൾ ഈ യുവതലമുറയിൽ ഈ പാൻ മസാലകൾ ഉപയോഗിക്കുന്ന ഒരു ശീലം വളരെ വളർന്നു വരികയാണ്. പിന്നെ സിഗരറ്റ് സ്മോക്കിംഗ് പല്ലിനും മാത്രമല്ല ശരീരത്തിനെയും വളരെയേറെ മാരക രോഗങ്ങളിലേക്ക് നയിക്കുന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് വളർന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഡോക്ടർക്ക് നമ്മുടെ പ്രേക്ഷകരോട് എന്ത് ഉപദേശമാണ് നൽകാൻ? എനിക്ക് പറയാനുള്ളത്,
പാൻപരാഗ മറ്റേ പുകയിലെല്ലാം കഴിക്കുന്ന അവസ്ഥയിൽ നമ്മൾ പല്ലുകൾ മാത്രമല്ല, നമ്മുടെ മോണയുടെ ഉള്ളിൽ ക്യാൻസർ വരാൻ ഇത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതാണ്. പാൻപരാഗിൽ അത് പുകയിലെല്ലാം ചുവരുന്നത്. അതുപോലെ സിഗരറ്റ് സ്മോക്കിൽ നമുക്ക് വരുന്നത് പല്ലിലെല്ലാം കൂടുതൽ കറകളും അതുപോലെ നിക്കോട്ടിൻ്റെ ലെവൽ നമ്മുടെ ബ്ലഡ് കയറി കഴിഞ്ഞാൽ മോണയിൽ വരുന്ന അസുഖങ്ങളെല്ലാം ബ്ലീഡിങ് കംസും എല്ലാം കൂടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നേരിട്ട് പറയാനുള്ളത് യങ്സ്റ്റേഴ്സ് ഇതെല്ലാം കൂടുതൽ അവോയ്ഡ് ചെയ്യുക, നമ്മുടെ ആരോഗ്യം കൂടുതൽ സംരക്ഷിക്കാനും അതുപോലെ ഇത്തരം അസുഖങ്ങളിൽ നിന്ന് വിമോചനം കിട്ടാനും എൻ്റെ ഒരു ഡയറക്റ്റ് ഒപ്പീനിയനും ഒരു അഡ്വൈസുമാണ് ഇത് സ്റ്റോപ്പ് ചെയ്യുക ഇത്തരം ബാഡ് ഹാബിറ്റ്സ്. ഇത്രയും ബിസി ടൈമിലും നമ്മോടൊപ്പം ദന്ത സംരക്ഷണത്തെ പറ്റി വിശദീകരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഇതോടെ ഈ എപ്പിസോഡിലൂടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഫോർട്ട് കൊച്ചിയിലെ കുന്നുംപുറത്തുള്ള ഡാനിയൽ കോസ്മെറ്റിക് ഡെന്റൽ ക്ലിനിക്കിൻ്റെ പ്രശസ്തനായ ഡോക്ടർ ആന്റണി ഡാനിയൽ സാർ ദന്ത സംരക്ഷണത്തെക്കുറിച്ച് നിങ്ങളോട് വളരെയധികം വിശദീകരിച്ചു. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലൂടെ പൂർണ്ണമാവുകയാണ്. ഗുഡ് ബൈ.